എബി എന്ന ചെക്കനും നിധി എന്ന പെണ്ണും തമ്മിൽ പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹത്തിന് മുന്നേ ദിവസം നിധി എബിയോട് അവളുടെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നു. കല്യാണ ദിവസം എബിയോട് വെളുത്ത കുതിരപ്പുറത്ത് വരാനാണ് അവൾ പറയുന്നത്. അവളുടെ ആഗ്രഹം നിറവേറ്റാൻ എബി തന്റെ കൂട്ടുകാരന്റെ സഹായത്തോടെ ഒരു വെളുത്ത കുതിരയെ കണ്ടെത്തുന്നു. ഒരുപാട് ആളുകൾ കുതിരയുടെ പുറത്തുനിന്ന് വീണു എന്ന് പറഞ്ഞ് കുതിരക്കാരൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. വിവാഹ ദിവസം എബി കുതിരപ്പുറത്ത് കയറിയത് നിധിക്ക് സന്തോഷമാവുന്നു. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ കുതിര എന്ന് ചാടി ബാലൻസ് തെറ്റി എബി തലയിടിച്ച് വീഴുകയും അവൻ കോമയിലാവുകയും ചെയ്യുന്നു. നിധി ദിവസവും ആശുപത്രിയിൽ എത്തി എബിയെ കാണുന്നു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും എബി ഉണരുന്നില്ല. ഒടുവിൽ അവൾ വിരലിലെ മോതിരം ഊരി വെച്ച് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം എബി കോമയിൽ നിന്ന് ഉണരുന്നു. പക്ഷെ അവന്റെ സഹോദരൻ സിബി ഒരു കള്ളം പറയുന്നു. നിധി മറ്റൊരാളുമായി വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞ്. ഇത് കേട്ട് എബി തകർന്നു പോകുന്നു. പിന്നീട് അവൻ ബാംഗ്ലൂരിലേക്ക് പോയി പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്നു. അവിടെ അവൻ രേവതി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. രേവതി തന്റെ പ്രണയനെ നഷ്ടപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന ആളാണ്. എബി അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അവർ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുന്നു. രേവതിയുടെ വിവാഹം വീട്ടുകാർ മറ്റൊരാളുമായി നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവൾക്ക് അതിന് താല്പര്യമില്ല. എബിയുടെ സഹായത്തോടെ അവൾ തന്റെ തീരുമാനം വീട്ടുകാരോട് തുറന്നു പറയുന്നു. അതോടെ ആ വിവാഹം മുടങ്ങുന്നു. ഈ സംഭവങ്ങളിലൂടെ എബി പതിയെ പഴയ കാര്യങ്ങൾ മറക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം എബി വീണ്ടും നിധിയെ കാണാൻ തീരുമാനിക്കുകയും അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യുന്നു. നിധി വീണ്ടും ഒരു സ്വപ്നത്തെ കുറിച്ച് അവനോട് പറയുന്നു. അവൻ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്ന സ്വപ്നം. അതു കേട്ട എബി ശരിക്കും അവളോട് തന്റെ സ്നേഹം തുറന്നു പറയുകയും എബി നിധിയും വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു.